ഇന്ന് മുതൽ ഞാൻ ക്ഷമയോടുകൂടി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഓക്കെ, കുറെ ആളുകൾ പല ഈളത്തിലും കമന്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ട്. സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീന്റെ അടുത്ത് ഒരു തരത്തിലുള്ള വ്യക്തിപരമായിട്ട് ഒരു വെറുപ്പോ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും എനിക്കില്ല. എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ജാസ്മിൻ ഏത് രീതിയിലാണെങ്കിലും വലിച്ചു കീറി ഒട്ടിക്കാൻ പാകപ്പെട്ട് നടക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി, വീഡിയോസ് ചെയ്യുന്ന വെറുതെ അതിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ജാസ്മിന് എതിരായിട്ട് അല്ലെങ്കിൽ ജാസ്മിനെ ഇഷ്ടമല്ലാത്ത ജസ്മിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയോട് അറപ്പ് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ നിസാര കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. നിസാര കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീക്ക് എന്തെങ്കിലും കയപ്പാണോ കാമാണോ, ഇതിനെ കണ്ണിമാസ പട്ടിന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ, ഇതൊരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ഇത് സ്ത്രീത്വത്തിന് അപമാനിക്കുകയാണോ, ഇത് ഏത് തരത്തിലാണ് ഇതൊരു സ്ത്രീന്ന് ഇതിന് അവകാശപ്പെടാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? പുറത്തൊരുത്തനക്ക് വാക്ക് കൊടുത്തിട്ട് അവനെ കുറെ കാലം പ്രേമിച്ച് ഊമ്പിച്ച് നാറ്റിച്ച് ഇപ്പൊ അവനെ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ആക്കി ഇരുത്തിയിട്ടുള്ള ഈ ഒരു സ്ത്രീന്റെ കയപ്പിന് സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ നിങ്ങളെടുത്ത് എന്ത് പറയാനാ? നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയോ വിവേകോ അതല്ലെങ്കിൽ യുക്തിയോ അതല്ലെങ്കിൽ ചിന്താശേഷി ഒന്നും ഇല്ലേ സുഹൃത്തുക്കളെ? എന്നൊന്നും സുഹൃത്തെ നിന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും എന്റെ പെങ്ങളെ വെച്ച് ഉപമ പറയലും ഉദാഹരണം പറയണ കുറെ എന്താ പറയാ ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി പൂരിപ്പിച്ചിട്ടാ മതി. ഒരുമാതിരി എന്താ പറയാ, ഞാൻ പറഞ്ഞു പോകട്ടെ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ക്ഷമ കുറവാണ്. എനിക്ക് അതങ്ങനെ പറയണോ, അങ്ങനെ പറഞ്ഞ ഓൾക്ക് വിഷമാവോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമെന്നൊന്നും ചിന്തിച്ച് ഞാൻ പറയലില്ല. എന്റെ മനസ്സിൽ എന്താണോ ഞാൻ അതുപോലെ പറയുള്ളൂ. അല്ലാതെ അതിപ്പോ ഇങ്ങനെ പറയണോ എങ്ങനെ പറയണോ അതിന്റെ ആവശ്യമില്ല. ജാസ്മിനെ പിടിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക, ജാസ്മിനെ പറ്റി ചെയ്താലേ വീഡിയോക്ക് റീച്ച് ഉണ്ടാവുള്ളൂ. ജാസ്മിന് മെയിനാണ്, ജാസ്മിന്റെ കയപ്പ്, എനിക്കതേ പറയാനുള്ളൂ. ഈ ജാസ്മിൻ സത്യത്തിൽ ആരാണ്? നയൻതാരയാണോ? അല്ലെങ്കിൽ പോട്ടെ, ഈ ജാസ്മിൻ എന്തോ വലിയ സംഭവം എന്നൊക്കെ പറയുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ആക്ടേഴ്സാണ് ഈ അഞ്ജലീന ജോളി. അപ്പൊ അതുപോലൊക്കെയുള്ള ആരെങ്കിലും ആണര വാണങ്ങളെ ഇതുപോലൊക്കെ ഇങ്ങനെ കിടന്നു കണ്ട് മെഴുകുമ്പോ നിങ്ങളൊന്നും തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇതിൽ എന്ത് കാര്യമാണുള്ളത്? അതല്ലെങ്കിൽ ഒരു ഇത്തിരി നീതിയോ അതല്ലെങ്കിൽ പോട്ടെ നീതി വൃത്തി അതല്ലെങ്കിൽ ഒരു ആളുകൾക്ക് എങ്ങനെ പെരുമാറണം, അയാളുടെ സംസാര രീതി, ഒരു സ്ഥലത്ത് പോയാൽ ഇങ്ങനെ ഇടപഴകണമെന്ന് പോലും അറിയാത്ത ഈ ഒരു വേസ്റ്റ് സ്ത്രീ, അതിനെ സ്ത്രീ എന്നൊന്നും വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും വിളിച്ചു പോവാണ്. ഈ ശിഖണ്ഡികളൊക്കെ സ്ത്രീകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നത് ശിഖണ്ഡികളടുത്ത് എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് ആ ഒരു വ്യക്തിപരം ഒരു ശിഖണ്ഡി എന്നുള്ള ഒരു വ്യക്തിയുടെ അടുത്തുള്ള ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഞാനെന്നൊരു വ്യക്തി ശിഖണ്ഡികളടുത്തുള്ള ഒരു ഇതോ എന്നല്ല ഞാൻ പറഞ്ഞത്. ശിഖണ്ഡികളുടെ കമ്മ്യൂണിറ്റി, LGBTQ കമ്മ്യൂണിറ്റി, ഒരു വസ്തുവിനും പറ്റാത്ത ആ ഒരു സാധനങ്ങൾ ആ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പല രീതിയിലും പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു കാരണം മാത്രം ഉദാഹരണം പറഞ്ഞിട്ട് ഒരു വിഷയം ഞാൻ അപ്പുറത്തേക്ക് വെക്കാം. മാതൃത്വ പിതൃത്വ സാഹോദര്യത്വം ഒന്നുമില്ലാതെ കാമം അതല്ലെങ്കിൽ സെക്സ് കുത്തി അത് മാത്രമാണ് സന്തോഷവും ജീവിതവും എന്നൊക്കെ പറഞ്ഞ് പുത്തൻ തലമുറകളെ പഠിപ്പിച്ച് കുത്തി വെക്കുന്ന ഒരു വൃത്തികെട്ട ജന്തുക്കളാണ് അത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സാധനങ്ങളുടെ തീരെ താല്പര്യമില്ല. അത് മാത്രമല്ല പല കാരണങ്ങളുണ്ട്, അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഈ ജാസ്മിന്റെ ഇതിലേക്ക് തന്നെ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു മക്കളെ, ഈ സ്ത്രീ യൂട്യൂബിൽ ഏതൊക്കെ രീതിയിലാണ് പല ആളുകളും വഞ്ചിപ്പിച്ചിട്ടുള്ളത്. വഞ്ചിച്ചിട്ട് തന്നെയാണ് ഒരു മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബ്സ് ആ സ്ത്രീ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഈ ഒരു 100 സബ്സ്ക്രൈബ്സ് ഉള്ളതിനെ കൊണ്ടുള്ള ഒരു നിരാശയൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടോ. ഇനി എന്റെ വീഡിയോ ഒരാളെ കാണാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും, എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഇതിപ്പോ ഞാൻ എന്തെങ്കിലും നിരാശ പറയാനൊക്കെ കുറെ ഈ മുല്ലപ്പൂവായിരുന്നു ഞാൻ പറയുമ്പോൾ എന്റെ ഭാഷ കുറച്ച് വൽക്കറായിപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് മുതൽ ഞാൻ ക്ഷമയോടുകൂടി വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ. ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ തീട്ടത്തിന് പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ട് വിളിക്കി അതിനെ സ്വർണം എന്ന് പറയുന്ന പോലെയുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ വാ. അതായത് അങ്ങനെ ഈ സാധനത്തിനെ ന്യായീകരിക്കുന്നത് എന്തിനാണ് 23 വയസ്സായ പൈതലിന് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊരു സ്ത്രീയല്ലേ, അതൊരു കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തേങ്ങിക്കറിയുന്ന മനുഷ്യന്മാരാണ്. നിങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ, അതിനിപ്പോൾ ആണാണെങ്കിലും ശരി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിലും ശരി, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഷോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാല് മാറിക്കാല് തരം മാറുക, നിങ്ങൾ കുതികാല് വെട്ടുക, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിലോ അതല്ലെങ്കിൽ മറ്റേതോ ഒരു ലോകത്തൊക്കെ എത്തിയ പോലെ പോയി പെരുമാറുക ആവോ? ഇപ്പം ഇതിന്റെ തന്നെ ഈ ക്ലിപ്സ് ഒന്നും എടുത്തു കാണിക്കാൻ ആ വാണത്തിന്റെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പെർഫ്യൂം അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആർക്കാണെങ്കിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അറിയാൻ മതിയാവും. അതിൽ ഒരുപാട് ഈ ഇസ്ലാം മതത്തിൽ ഒരുപാട് നിബന്ധനകൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറെ നിയമങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആ സ്ത്രീ ഇങ്ങനെ പെട്ടെന്ന് ഒരു ബിഗ് ബോസ് ഹൗസിൽ വേറെ ഏതൊരു യൂണിവേഴ്സിൽ എത്തിയപ്പോൾ ഈ പടച്ചവൻ അവർക്ക് ഹലാലാക്കി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണോ? ഓക്കെ, നീ പോവാ മോളെ പോയി വിളയാടി കളിക്കുക.
ആ രീതിയിൽ അതല്ലെങ്കിൽ ഓക്കെ പെർഫ്യൂം അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അന്യപുരുഷന്റെ കൂടെ കിടന്നുങ്ങാണ്ട് വിളയാടി കളിക്കുന്നത് ഓക്കെ ഞാൻ തെറ്റോ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വസന്തം പോലുള്ള സംസാരമല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ സ്ത്രീക്ക് ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ ആ ഒരു ഇതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നത്തെ ഒരു കാര്യം, ഇതിന് വെളുപ്പിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് നഖം കാലിങ്ങനൊക്കെ വെച്ചിങ്ങോട്ട് നഖം കടിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. നഖമൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് പറ്റുന്നത് എനിക്ക് അറിയൂല. അത് ഞാനങ്ങനെ സങ്കല്പിച്ച് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. പിന്നെ ഈ തുമ്മിയ ചായ അതല്ലെങ്കിൽ ഈ മൂക്കളൊക്കെ എടുത്ത് തിന്നുന്ന കേസ് ഇങ്ങനെയുള്ളത് എന്തോ ആയിക്കോട്ടെ, ആ ഒരു സാധനത്തിന്റെ എന്ത് ഇനിയിപ്പോ പോട്ടെ എല്ലാം കഴിഞ്ഞാലും അതിനെ പോലെ സംസാരിക്കാൻ ഇതിന് താങ്ങി നടക്കുന്ന ആളുകൾക്കേ പറ്റുള്ളൂ. ഇതുപോലെ ഇത്രയും നാണം കെട്ട് ഒരു തരത്തിൽ ഒരു മനുഷ്യന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്നോ ഒരാളുടെ അടുത്ത് എങ്ങനെ നിൽക്കണമെന്നോ അയാൾക്ക് ഇങ്ങനെ ബഹുമാനം കൊടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ബഹുമാനം കൊടുക്കണമെന്നോ ഒന്നും ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീന്റെ സംസാരം പോലും കേട്ടിട്ട് ഇതിന് ഈ കേരളത്തിലുള്ള ഈ സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവളുടെ ഈ ആർമി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് അതല്ലെങ്കിൽ ഇവൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ കമന്റ് ബോക്സിൽ പോയി തെറി പറയുന്നത് അവളുടെ തന്തക്കും തള്ളക്കും പെങ്ങൾക്കും പറഞ്ഞവരൊന്ന് ഉപമിക്കുന്നതും ഉദാഹരണം പറയുന്നത് അടക്കം ഇവളുടെ ബാപ്പയും ആങ്ങളെയും കുടുംബക്കാരും തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഇവൾക്ക് ആർമി ഇല്ല, മുല്ലപ്പൂ ആർമി ഒന്നും ഇവൾക്കില്ല. ആരുടെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ കേരള സമൂഹത്തിൽ ഇത്രയും തരം താഴ്ന്ന ആളുകൾ ഉണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. അത് ഞാൻ പറയുന്നത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. കാരണം ഏതെങ്കിലും രക്തബന്ധത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ പറയുന്ന പോലെയുള്ള എന്താ പറയുക യൂട്യൂബിലേക്ക് ഇരുന്ന് ഓരോരുത്തർ എന്തെങ്കിലും പറയുമ്പം ഈ രക്തത്തിനെ കുറിച്ചുള്ള പദപ്പുണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പറഞ്ഞ പോലെ ഒരു വികാരപരിതന്മാരായിട്ട് വന്നു കണ്ട് ബാക്കിയുള്ള ആളുകൾ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചു പോകുന്ന ആളുകളാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. ഉറപ്പിക്കാം ഇതൊന്നും അവളുടെ ഫാൻസോ അതല്ലെങ്കിൽ മുല്ലപ്പൂ ആർമി ഒന്നല്ല, ആരും ഇല്ല, അങ്ങനെ സംഭവം ഇല്ല. പിന്നെ ഇവർക്ക് കിട്ടുന്ന വോട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞല്ലോ, EVM തെറ്റിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഒരു സാധനമായിരിക്കും ചിലപ്പോൾ ഇത്. ആർക്ക് വോട്ട് ചെയ്താലും ഇത്ര ശതമാനം മുല്ലപ്പൂവിന് എന്നുള്ള രീതിയിൽ കാക്കി വെച്ചതാണെങ്കിലോ ഇത്ര ഏറ്റവും ഉള്ള സമയമാകുമ്പോൾ തന്നെ ഇതൊക്കെ എപ്പോഴും പുറത്താവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ കാലം ആ ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തിനിതൊക്കെ വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്റെ പെങ്ങൾക്ക് അതല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആളുകളെ ഉപമിച്ച് പറയുകയാണെങ്കിൽ നല്ല തെറി ഞാൻ പറയും. അത് വ്യക്തിപരമായിട്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല, ആശയപരമായിട്ട് ആശയത്തിന് ആശയം കൊണ്ട് നേരിടാൻ പഠിക്കാവുന്ന അങ്ങനെയുള്ള ഒരു ഉറപ്പ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുക. അതല്ലാതെ വീട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഉറപ്പാണ് എന്തൊക്കെ എനിക്കൊന്നും എന്റെ മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റാത്ത റിപ്ലൈ എന്റെ കയ്യിൽ നിന്ന് കിട്ടും, നല്ല മപ്പൂല് തന്നെ കിട്ടും എന്നത് ഞാൻ പറയാം. ഇനിയിപ്പോ റിപ്ലൈ മേലെ ഒതുങ്ങൊന്നും വിചാരിക്കണ്ട. എന്താ പറയാ, ഞാൻ വെറുതെ ഒന്നിനും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു തൃപ്തി അതല്ലെങ്കിൽ അത്ര മതി എന്നൊക്കെ തോന്നുന്ന രീതി വരെ ഞാൻ അതിനെതിരെ എന്നെ കൊണ്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും, പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ.